ഹായ് ഫ്രണ്ട്സ്, എങ്ങനെയാണ് CSCS കാർഡിന് അപ്ലൈ ചെയ്യാൻ നോക്കാം. അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിൽ ഞാൻ ടൈപ്പ് ഓഫ് കാർഡ്സ് ആണ് ചൂസ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എലിജിബിൾ ആയിട്ടുള്ള ഏത് കാർഡാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് കാർഡ് ഉണ്ട്. അത് ഡിഫറെൻറ്റ് പൊസിഷനും അതേപോലെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസും എല്ലാം ബേസ് ചെയ്തിട്ടാണ്. നമുക്കിവിടെ 2 കാർഡ് വരുന്നുണ്ട്, ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റും. ബ്ലാക്ക് നമ്മൾ സീനിയർ പൊസിഷനിലുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അതായത് 10 ഇയേഴ്സ് 5 to 10 ഇയേഴ്സിൽ വരുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അതിന് കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് വൈറ്റ് കാർഡാണ്. അതിന് 2 എണ്ണം ഉണ്ട്. ഒന്ന് പ്രൊഫഷണലി ക്വാളിഫൈഡും ഒന്ന് അക്കാഡമിക്കലി ക്വാളിഫൈഡും. അപ്പോൾ അക്കാഡമിക്കലി ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അതാണ് സെർച്ച് ചെയ്യാൻ പോകുന്നത്. പ്രൊഫഷണലി ക്വാളിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫേമിൽ വർക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു മെമ്പർഷിപ്പിൻ്റെ അണ്ടറിൽ, അതായത് റിക്സ് പോലത്തെ ഏതെങ്കിലും മെമ്പർഷിപ്പിൻ്റെ അണ്ടറിലൊക്കെ ആണെങ്കിലാണ് നമുക്ക് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 2-3 ഇയേഴ്സ് ഗ്യാപ്പെങ്കിലും വേണം എക്സ്പീരിയൻസ്. അതിനുശേഷം ഇതിൽ നമുക്ക് 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഒന്ന് നമുക്ക് ഒക്കുപ്പേഷൻ ബേസിൽ സെർച്ച് ചെയ്യാനും ക്വാളിഫിക്കേഷൻ ബേസിൽ സെർച്ച് ചെയ്യാനും. അപ്പം ഞാൻ ക്വാളിഫിക്കേഷൻ ബേസിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഏത് കോഴ്സാണോ പാസ് ഔട്ട് ആയിട്ടുള്ളത് ആ കോഴ്സ് നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പം ഞാനിവിടെ കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാനേജ്മെൻറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഡിഗ്രി ലെവല്, അതേപോലെ ഡിപ്ലോമ ലെവൽ, അങ്ങനെ ഒരുപാട്. അപ്പോൾ നമ്മൾ എന്താണോ പഠിച്ചത്, ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ അത് കൊടുക്കാം. അപ്പം നമുക്ക് ഒരു ഓപ്ഷൻ വരുന്നത് അക്കാഡമിക്കലി ക്വാളിഫൈഡ് പേഴ്സൺ. അപ്പം നമ്മളത് ചൂസ് ചെയ്യാം. അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഇത് വൈറ്റ് കാർഡാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഒന്ന് CATB എക്സാം 2 ഇയർ വാലിഡിറ്റി ഉണ്ടോ, അതേപോലെ തന്നെ നിങ്ങൾ എക്സാം പാസ്സായിട്ട് 24 hours ആയിട്ടുണ്ടോ, 2 യെസ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആഡ് എ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ട്രെയിനിങ് പ്രൊവൈഡർ ഏതാണെന്നാണ്. അപ്പോൾ ഞാനിവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീൻവിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ യൂണിവേഴ്സിറ്റി ഏതാണോ അത് കൊടുക്കുക, അല്ല ഏതെങ്കിലും ട്രെയിനിങ് സെൻറ്ററിൻ്റെ അണ്ടറിലാണെങ്കിൽ അത് കൊടുക്കുക. പിന്നെ അച്ചീവ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കോഴ്സ് കഴിഞ്ഞ ഡേറ്റ് അല്ല, നമ്മൾ സർട്ടിഫിക്കറ്റ് വരുമ്പം അതിൻ്റെ കൂടുതൽ നമുക്ക് കാണിക്കും, ഇങ്ങനെ ഡേറ്റ്, ഇന്ന ഡേറ്റ് എന്നുള്ളത് അതിൽ കാണിക്കും. ആ ഡേറ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഒരു PDF ഫയലിൽ സേവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ PDF ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസും അതേപോലെ ഈ PDF ഫയലും മാച്ച് ആവുന്നുണ്ടോ എന്ന് അവർ വെരിഫൈ ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് എക്സാം കഴിഞ്ഞ്, അതായത് CATB എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇമെയിലിൽ ഒരു കോഡ് വരും, CITB00 എന്ന് പറഞ്ഞിട്ടൊരു കോഡ് വരും. അത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതേപോലെ അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ഇൻഷുറൻസ് നമ്പർ അത് അപ്ലോഡ് ചെയ്യുക. അതേപോലെ തന്നെ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പോസ്റ്റ് കോഡ്. അടുത്ത സ്റ്റേജ് വരുന്നതെന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റും അതേപോലെ ഡെലിവറി അഡ്രസ്സാണ് വരുന്നത്. അപ്പം നമുക്കേത് അഡ്രസ്സിലാണോ വരേണ്ടത് ഞാനത് ഓൾറെഡി ചെയ്തതുകൊണ്ട് എനിക്ക് ആ സ്റ്റേജിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ